തലയിൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന അസാധാരണ ആരോഗ്യ പ്രശ്നത്തിനൊപ്പം ആളുകളുടെ നഖങ്ങളും ഒടിഞ്ഞു പോകുന്നു. മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയിൽ തന്നെയാണ് പുതിയ ആരോഗ്യ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നത്. 30-ലധികം പേരുടെ നഖങ്ങളാണ് തനിയെ കൊഴിഞ്ഞു പോവുകയോ പൊടിഞ്ഞു പോവുകയോ ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലുള്ള 4 ഗ്രാമങ്ങളിലെ ആളുകളിലാണ് ഈ ആരോഗ്യ പ്രശ്നം. ഷെഗാവ് താലൂക്കിലെ 4 ഗ്രാമങ്ങളിൽ 30-ലേറെ പേർക്ക് നഖവൈകല്യം കണ്ടെത്തി. ചിലരുടെ നഖങ്ങൾ പൂർണ്ണമായി കൊഴിഞ്ഞുപോയി. വിദഗ്ധ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായാണ് ആളുകളുടെ നഖം കൊഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യ 2 ദിവസങ്ങളിൽ നഖങ്ങൾ പൊട്ടുകയും പിന്നീട് കൊഴിയുകയുമായിരുന്നു. ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഗ്രാമങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിദഗ്ധ പരിശോധനയ്ക്കായി ആളുകളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഇതേ ജില്ലയിലാണ് 2024 ഡിസംബർ മുതൽ ജനുവരി വരെ 279 പേർക്ക് അസാധാരണമായ രീതിയിൽ മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ടത്. തലമുടി വേരോടെ ഊർന്നുപോകുന്ന അവസ്ഥയായിരുന്നു. മുടികൊഴിച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കുള്ളിൽ തല കഷണ്ടിയാകുന്ന സ്ഥിതി വന്നു. ബുൽദാന ജില്ലയിലെ ബൊർഗാവ്, കൽവാദ്, ഹിൻഗ എന്നീ ഗ്രാമങ്ങളിലാണ് അസാധാരണമായ ആരോഗ്യ പ്രശ്നം കണ്ടെത്തിയത്. തലവേദന, പനി, തലചൊറിച്ചിൽ, ഛർദി, വയറിളക്കം അടക്കമുള്ള ലക്ഷണത്തോടെയായിരുന്നു ഏറിയ പേർക്ക് മുടികൊഴിച്ചിൽ ആരംഭിച്ചത്. ഗോതമ്പിലെ സെലീനിയത്തിന്റെ ഉയർന്ന തോതിലുള്ള സാന്നിധ്യം കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി. രക്തം, മൂത്രം, മുടി സാമ്പിൾ പരിശോധനയിൽ സെലീനിയത്തിന്റെ ഉയർന്ന സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. തൈറോയിഡിന്റെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയിലും സെലീനിയം സഹായിക്കുമെങ്കിലും സെലീനിയം ശരീരത്തിൽ അധികമായാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. സെലീനിയത്തിന്റെ ഉയർന്ന സാന്നിധ്യം തലചുറ്റൽ, ഛർദി, വയറിളക്കം, വയറുവേദന എന്നിവയ്ക്ക് കാരണമാകും. വലിയ അളവിൽ സെലീനിയം ശരീരത്തിലെത്തുന്നത് നഖം പൊട്ടാനും മുടി കൊഴിയാനും കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു. നിലവിലെ നഖം കൊഴിച്ചിലിന് കാരണമാവുന്നതും സെലീനിയമാകാമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.